Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. അമ്മേ, ഉച്ചയ്ക്ക് എന്താണ് കറി? ഉള്ളതുണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണേ പോയി തിന്ന്. നിന്റെ അച്ഛൻ ജോലിക്കൊന്നും പോകാതെ തെണ്ടി തിരിഞ്ഞു കിടക്കല്ലേ. ഞാൻ കിടന്ന് കഷ്ടപ്പെടുക. ഈ വീടിന്റെ വാടക കൊടുത്തിട്ടില്ല. ഏതെങ്കിലും ചെറിയ വീടെടുക്കാന്ന് പറഞ്ഞാ അയാൾക്ക് ഇതല്ലേ പറ്റൂ. വരുന്നുണ്ടല്ലേ എന്റെ വീട്. ഈ നരകത്തിനൊന്ന് രക്ഷപ്പെട്ടാ മതി. ഇയാളെ കൊണ്ട് തോറ്റു. കണ്ട എന്താ പറയും പറയിപ്പിക്കാനായിട്ട്. നീന്നിട്ട് വാ മനുഷ്യ ഇങ്ങോട്ട്. എഴുന്നേക്കാന് എന്നാ അവിടെ കിടക്ക് പോ. കേറി വന്നേക്കുന്നു. ഇവരെന്താണ് സ്കൂളിൽ വരാത്തത്? വയ്യാതുണ്ടാ മാഷേ. കണ്ടാ പറയൂലല്ലേ. എന്തോന്നിത് പഠിക്കുന്നത്? ഇതൊക്കെ എന്തോ കാണിക്കുന്നത്? ഇന്നത്തെ തലമുറയുടെ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? എവിടെ നോക്കിയാലും ലൈവ് മറ്റും കാണുന്നത്. നിങ്ങളെല്ലാം ഈ വീട്ടിൽ ഇങ്ങനെ ആയി കഴിഞ്ഞു. ഈ പുകവലി എന്നെ വാങ്ങ് കേട്ടാ. പറഞ്ഞു മടുത്തു മാഷേ. കുട്ടികൾ ഇത് കണ്ടല്ലേ വളരുന്നത്. ഉപദേശിച്ച് മടുത്തു. മാഷേ ഒന്ന് പോണോ? ഒരു 100 രൂപ മാഷേ. രാധാമണിക്ക് പൈസക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നെ ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ പോണേ മാഷേ. ഒരു 100 രൂപ മാഷേ. ഓ ഇയാള് ഓ ആര് രാധാമണിക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഇപ്പൊ എടുക്കാവേ. ആര്? അത് ചാരിറ്റിക്ക് ചോറ് വാങ്ങിക്കാൻ വന്നേ മനുഷ്യ. നിങ്ങക്ക് സംശയരോഗം തുടങ്ങിയോ? ഓ അത് ശരി. നേരത്തെ പറയണ്ടായിരുന്ന. ചോദിക്കണ്ടേ? നല്ല കാര്യമാ. ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്നത് നല്ലതല്ലേ? പിന്നെ രാധാമണി, നീ എന്റെ ഈ മോനെ പ്രസവിച്ചിരുന്നപ്പോൾ അവിടുന്ന് കിട്ടിയ ചോറ് വാങ്ങിയ ഈ നിനക്ക് ഞാൻ തന്നത്. ഓ ശരി. ആ ഒരു ഓർമ്മ. എന്നാലും പണിക്ക് പോരുത് കേട്ടോ. വാടാ ഇങ്ങോട്ട്. വിജയ, ഓ എന്താ ഒരു വീടാടാ. വിറച്ചിട്ട് ഇരിക്കാൻ വയ്യ. നീ ഒരു കാര്യം കൈങ്കൽ പറഞ്ഞ ക്യാരറ്റ് കെട്ടി വേടാ. 10 പൈസ എടുക്കാനല്ല ഇവിടെ ഇരുന്ന്. എടാ നീ അവളോടൊന്ന് ചോദിക്കടാ. അവളെ വായിരിക്കണ കേൾക്കാതെ ഇറങ്ങി പോവാൻ നോക്ക് നീ. എടാ നീ അവളോടൊന്ന് നീ ഒന്ന് ചോദില്ല. അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ശരിയാക്കടാ. ഓ എടാ നീ ഒന്ന് ചോദിക്ക്. നിനക്ക് മാത്രമല്ലട പറയല്, എനിക്കും കൊണ്ട് പറയല്. എടാ എടാ ഒന്ന് ചോദിക്കടാ. എത്തിയോ കൂട്ടുകാരൻ? നമസ്കാരം. എടാ ഒന്ന് ചോദിക്കടാ. എന്താ? എടാ എടാ ഒന്ന് ചോദിക്കടാ.
ആ മാഷ് വരുന്നല്ലോ. മാഷി വരുന്നു. ആ നീ എന്താണ് സ്കൂളിൽ ഇല്ലാത്ത? ഈ അമ്മ അച്ഛനും ഭയങ്കര വഴക്കാ. അതുകൊണ്ട് ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാ സ്കൂളിൽ വരാൻ പറ്റാത്ത. ഒന്നും കഴിച്ചില്ല അല്ലേ? എന്ത് വിജയം ചേട്ടാ ഇത്? നിങ്ങളോട് എത്ര തവണ പറയണം? നിങ്ങൾ ഈ വലിക്കുന്ന പൈസ ഈ പിള്ളേർക്ക് വല്ല വാങ്ങിക്കൊടുക്കാൻ. അതാണ്ട് വലിച്ചു വിടണ്. ഓ ഇത് വലിക്കാനല്ലേ മേടിക്കുന്നേ? വലിച്ചോളൂ. ഈ കുട്ടികളുടെ മുമ്പ് വെച്ചാണ് വലിക്കുന്നത്. എൻ്റെ വീട്ടിൽ നോക്ക്. രാധാമണിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പൈസ വേണമെങ്കിൽ എൻ്റെ ഒന്ന് ചോദിക്കാൻ. കുട്ടികൾ പട്ടിണി നടക്കാൻ പോയാ എന്നാ ഞങ്ങളെ കള്ളു കുടിക്കാൻ പൈസ ഇല്ല, 500 രൂപ താ സാറേ. കള്ളു കുടിക്കാൻ തരില്ല. കള്ളു കുടിക്കാൻ നിങ്ങളെ കുട്ടിയല്ലേ ഇത്? ഇന്നലെ ഞാൻ 100 രൂപ ചോദിച്ചാൽ നിനക്ക് വേറെ പണിയില്ലേ? രാധാമണി, കുട്ടികളെ നാളെ സ്കൂളിൽ വരണം കേട്ടോ. ഭക്ഷണമൊക്കെ അവിടെ ഉണ്ട്. ശരി മാഷേ, ഇടാം. നിങ്ങൾ വരണം കേട്ടോ. ഉപദേശം എന്തെന്നല്ല സാറാ, സ്വന്തം വീട്ടിലും അയൽവക്കത്തെ വീട്ടിലും ഒക്കെ ശ്രദ്ധിക്കുന്നു. ആ വീട്ടുകാരുടെ ഒരു ഭാഗ്യം. അകത്ത് പോടി. ഓ, ഉള്ളത് പറയുമ്പോൾ ദേഷ്യം. ഇന്നത്തെ കാലം ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടടാ. വെള്ളം അടിക്കൂല, പുക വലിക്കൂല, ഒരു ഉപദേശം സാറ്. അവൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. എന്താന്ന്? എടാ നീ അവളോട് പൈസ ചോദിക്കുന്ന ചോദിക്കും. എനിക്കത് വേർച്ചിട്ടിരിക്കാം. ചോദിക്കുന്ന ചോദിക്കും ഒന്ന് പറയണ്ട. പക്ഷേ രാധാമണി, ആ കുന്തറാണ്ട് ഒന്ന് നിർത്ത്. പുകവലിക്ക് വലിയ വില ഈ ചാത്ത് പോടാ. ഓ മാമ എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ. നിങ്ങൾക്ക് ദോഷകരമാണ്. എന്നെ മൈൻഡ് ചെയ്തിട്ട് പോ മാമ. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യേണ്ട ഒരു കാലം വരും. എന്നെ അന്വേഷിച്ച് നടക്കേണ്ടിയും വരും. വലിയ വില കൊടുക്കേണ്ടി വരും. ആ ചേച്ചി, ഓ അക്ഷയയിലോട്ട് വരാത്ത എന്തേ? കുഞ്ഞിന്റെ ആധാർ ഒന്ന് പുതുക്കണം കേട്ടോ. ആ ശരി. ഹായ് മോളു, ടാറ്റാ. ടാറ്റ കൊടുക്ക്. നിന്റെ കെട്ടിയവിടെ? ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ. വാടക തരാനുണ്ടല്ലോ. 2 ദിവസത്തിനകം തരാം. എത്ര മാസം വാടക തരാനുണ്ട്? ഞാൻ ചാവി എടുത്തോണ്ട് പോകും. പണിയില്ലായിരുന്നു, അതുകൊണ്ടാ. അടുത്ത് വരുമ്പോ വാടക വെച്ചേക്കണം. കെട്ടിയന്റെ അടുത്ത് പറയണം. പറയാം. അപ്പൊ ജോലി ഇല്ലാന്നൊന്നും പറയരുത്. ആ അതെന്താ ചേട്ടാ പോകുന്നേ? വന്നേ. ഒരു കല നടന്നു. ആ ഒരു കലമല്ലേ നടന്നു പോകുന്നേ? നടക്കണ അങ്ങോട്ട്. സത്യസന്ധനായ മാഷ്. ഹായ് രാധാമണി, മാഷല്ലേ അത്? സ്കൂളിൽ പോകണം കേട്ടോ. ഹോംവർക്ക് ചെയ്യണം. ഹായ് ചേട്ടാ, ഞാൻ പോയിട്ട് വരാം. പോടാ. വഴിയാ ഒഴിയടാ. ഓ ആണ്ട പോയി. ആഹാ, അല്ല എന്ത് ഇത് ചാരായ ഷാപ്പോ? വന്നിപ്പോ ഇത് വീട്ടിലുമായോ? ഇതായിരിക്കും നോക്കടി, നമ്മളെ ഹൗസ് ഓണർ. അയാളിന് വാടക വേണ്ടാന്ന്. വാടക വേണ്ട ചേച്ചി, എത്ര വേണോ താമസിച്ചോ. വാങ്ങിയാട്. രാധാമണി, വെള്ളം കൊണ്ടുപോവാ.
ഞാൻ പോയെടുത്തോളൂ അവിടെ ഞാൻ പോയെടുത്തോളൂ ഞാൻ പോയെടുത്തോണ്ട് വരാം എന്താണോ ചേട്ടൻ കള്ളു കുടിക്കുന്നു വിചാരിച്ചു താൻ എന്നെ അങ്ങനെയാണോ വിചാരിച്ചേക്കുന്നേ? ഇറങ്ങിപ്പോടോ. സോറി ഞാനെന്ത് ചെയ്തതാ? മനുഷ്യ, നിങ്ങൾ ഇവിടെ എന്തോ കാണിച്ചോണ്ടിരിക്കുവാ? അകത്തേക്ക് നടക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾക്ക് ഇവിടെ നിന്ന് കള്ളു കുടിച്ചാ മതിയോ? ഞാൻ മാത്രമല്ല, ഒരു പെങ്കൊച്ചും കൂടെ ഉള്ള വീടായത്. എല്ലാത്തിനും ഇറക്കി വിട്ടോണം ഇവിടുന്ന് വേഗം, അല്ലെ ഞാൻ എന്റെ കൊച്ചിനെ വിളിച്ച് വീട്ടിൽ പോകും. പറഞ്ഞേക്കാം. എന്താടാ അറിയാ? എന്താടാ എന്താടാ? എന്റെ വീട്ടിൽ കയറി അനാവശ്യം കാണിക്കുന്നോടാ. പറഞ്ഞ ഇറങ്ങടാ, ഇറങ്ങണടാ. എനിക്ക് ഒരുത്തന്റെയും സഹായം വേണ്ട. ഇറങ്ങടാ. എല്ലാണോ എന്റെ വീട്ടിൽ നിന്ന്? നിന്റെയൊക്കെ കൂട്ട എനിക്ക് മതി. ഇറങ്ങടാ. ഡാ ഇറങ്ങണ്ട, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങ. ഒരുത്തന്റെ സഹായം എനിക്ക് വേണ്ട. പോ. എന്താ മോളെ ഇവിടെ ഒരു ശബ്ദം കേട്ടെ? അയ്യോ, ചേട്ടാ 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 ചേട്ടാ, പിടിക്കും മോളെ. എന്താ ഇവിടെ നോക്കി നിൽക്കുന്നത്? കയറിപ്പോടാ മോളെ. വാ, അയാൾ അവിടെ കിടന്നോട്ടെ, നമുക്ക് പോവാം. ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ഡി രാധാമണി, ഡി രാധാമണിയായി ഒന്നിങ്ങോട്ട് വാടി. എന്തോ ഇവിടെ കിടന്ന് അലർന്നത്? നിന്റെ പൈസ വല്ലരിക്കണേ, കുറച്ച് പൈസ ഇങ്ങടുത്താണ്. നിങ്ങൾ എന്നെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ പൈസ? നീ ജോലിക്ക് പോണ പൈസക്ക് എന്ത് ചെയ്യുന്നു? ഞാൻ ജോലിക്ക് പോണ പൈസ ഇവിടെ വല്ലതും ഉണ്ടാക്കാൻ. നീ അങ്ങനെ ഉണ്ടാക്കണ്ട, എനിക്കും പൈസക്ക് ആവശ്യമുണ്ട്. ആ, പോയി പണിയെടുക്കണം. അതിനല്ലേ ഞാൻ നിന്നെ പണിക്ക് വിടുന്നത്. ഞാൻ പണിക്ക് പോയല്ലേ പിള്ളേർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നേ. പൈസ ചോദിക്കുമ്പോ നീ ഒരു കഞ്ഞാ ഉഞ്ഞാ പറയരുത്. തരത്തില്ല, കള്ളു കുടിക്കാനല്ലേ എന്റെ പൈസ ഇല്ല. എന്തോ നമ്മ അച്ഛനോട് എപ്പോഴും വഴക്കിടണ. മോനിയുടെ ഒറ്റയ്ക്ക് ഇരിക്കുവോ? അമ്മ അവളെയും കൊണ്ട് അക്ഷയ വരെ പോയിട്ട് വരട്ടെ. അമ്മ പോയിട്ട് വരട്ടെ. മോനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളൂല്ലോ.
അല്ല ആരിത് ലെമ്പു? ഹായ്, ഇതെന്താ ഇവിടെ? എന്നെ എവിടെയാ കെട്ടിച്ചേക്കുന്നത്? ഇതെന്റെ മോള്. കല്യാണം കഴിഞ്ഞോ? ആ. ശരി. ഓ, നീ എന്താ ഇവിടെ? ഞാൻ ഇവിടുത്തെ സ്റ്റേഷനിലായി ഇപ്പൊ. ഇതെന്താ താടിയൊക്കെ വെച്ച്? ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയുള്ള വ്രതത്തിലാ. ആഹാ, ശരി. ഓ, ഭർത്താവ് ഇവിടെ ഉണ്ടോ? ആ, ഉണ്ട്, ഓ, വീട്ടിലുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ശരി ശരി. ശരി എന്നാ. മോനെ, ഇവന് കഥക് കുറ്റിയിടാതെ എവിടെ പോയി? മോനെ, മോനെ, ഇവൻ ഇതെവിടെ പോയി? മോനെ, മോനെ, എന്ത് പറ്റി? മോനെ, ഇവിടെ കണ്ണു തുറന്നേ. മോനെ, നിനക്ക് എന്ത് പറ്റി? മോനെ, മക്കളെ, എഴുന്നേറ്റ്. മോനെ, മക്കളെ, എനക്കെന്ത് പറ്റിയിടാ? ഈ അച്ഛൻ്റെ നശിച്ച കുടി കാരണമാണ്. ദൈവമേ, ഞാൻ എന്ത് തെറ്റ് ചെയ്ത് എൻ്റെ കുഞ്ഞിനോടിങ്ങനെ? മോനെ, ഈ നശിച്ച കുടി കാരണമാണ് എൻ്റെ കൊച്ചിനെ ഈ ഗതിയാക്കിയത്. മക്കളെ, പൊന്നു മോനെ, ഇനി അച്ഛൻ ഇതൊന്നും ഉപയോഗിക്കില്ല, ഇനി കുടിക്കില്ല, ഇനി വലിക്കില്ല. സത്യം സത്യം, എൻ്റെ മോനാണ് സത്യം. ഇനി അച്ഛൻ കുടിക്കില്ല, ഇനി വലിക്കില്ല. മോൻ വിശ്വസിക്കച്ഛനെ. എവിടെയായിരുന്നു ഈ കൊച്ചു കിടക്കുന്ന കിടപ്പ് കണ്ടോ? നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളുടെ നശിച്ച കുടി കാരണമായി വീടിങ്ങനായത്, അറിയാവോ? ഇപ്പൊ സമാധാനായോ? സമാധാനായോ? എന്റെ മോനെ ഞാൻ വേണ്ട വേണ്ട, വിട്ടേക്ക് വിട്ടേക്ക്. നിങ്ങൾ സത്യമൊന്നും വേണ്ട. നിങ്ങൾ കുടിച്ചു കുടിച്ചാണ് ഈ കുടുംബം ഈ പരുവായത്, എല്ലാം നശിച്ചത്. ഒന്ന് ഇറങ്ങി പോകാവോ? ഇറങ്ങി പോകുന്നതിന് എന്തെങ്കിലും തരണോ? പോയിക്കോ, മാറ്. മോ കിടന്നോട്ടോ, സാരമില്ല. പോകാവോ? പോ. അമ്മ സോറി അമ്മ, ഞാൻ അറിയാ ചെയ്തതാ. പോട്ടെ, സാരമില്ല കേട്ടോ. ഇനി അങ്ങനെ ചെയ്യരുത്. നമ്മുടെ മക്കള് നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. അവളും മോനെ കണ്ടു വേണ്ടേ പഠിക്കാൻ.
ഹായ് വിജയ. എവിടെയും കൊണ്ട് പർച്ചേസിനൊക്കെ പോയിരുന്ന്. എല്ലാരും ഉണ്ടല്ലോ. ശരി ശരി, ഓക്കെ. സാർ, ഞാൻ കുറേ കാലം കൊണ്ട് എൻ്റെ ഭാര്യയും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച് കള്ളുകുടിയനായിട്ട് നടന്നു. ഇപ്പം ഞാൻ എല്ലാം നിർത്തി. ഇനിയെങ്കിലും എൻ്റെ കുടുംബത്തെ നോക്കി സന്തോഷമായിട്ട് ജീവിക്കണം. ഇപ്പം പുകവലി കള്ളുകൂടി നിർത്തി, ഒന്നുമില്ല. എടാ, വീട്ടിൽ പോടാ. ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. കള്ളും കുടിച്ചോണ്ട് നടക്കും.